ദൈവം വിളിച്ച അന്ന് തൊട്ടൊരു വിശ്വാസം എനിക്കുണ്ട്. പേഴ്സ് കാലിയായിരുന്നാലും അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ദൈവം എന്നെ വഴി നടത്തും. കാരണം പണം കൊണ്ടല്ല, ദൈവം തന്റെ കൃപയിൽ എന്നെ വഴി നടത്തുന്നത്. ഞാനത് ഏറ്റെടുത്ത് വിശ്വസിക്കുക. ജീവിതത്തിൽ എണ്ണമറ്റ അനുഭവങ്ങളാ. നിന്റെ പേഴ്സ് അല്ല നിന്റെ കോൺഫിഡൻസ്, നിന്റെ പണം ബാലൻസ് അല്ല നിന്റെ കോൺഫിഡൻസ്, നിന്റെ കഴിവല്ല നിന്റെ കോൺഫിഡൻസ്. പിന്നെ ആരാ നിന്റെ കഴിവ്? നീ ഒന്ന് ബാത്റൂമിൽ കാല് തെറ്റി വീണ് ടൈൽസിന് തലയിടിച്ചാ തീർന്നു. വരുന്ന വഴിക്ക് ഒരു വണ്ടിയുടെ 3 അടി അകലം ഒന്ന് മാറിയാ നിന്റെ വണ്ടി തീരും. ഒരു പനി വന്ന തീരാന്നല്ലോ നിന്റെ ബാങ്ക് അക്കൗണ്ട്. ഒരാഴ്ച രാജഗിരി കിടന്നാൽ 1 ലക്ഷം രൂപ പോയി. നിന്റെ നീക്കിയിരിപ്പ് പോയി, ബാലൻസ് പോയി, സാലറി എല്ലാം പോയി. ഏത് നിമിഷവും മനുഷ്യ നിന്റെ അവസ്ഥ മോശമാകാം. ഏത് നിമിഷവും മനുഷ്യ കഷ്ടത നിന്റെ ഭവനത്തെ അടിക്കാം. ഏത് നിമിഷവും നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങൾ നമ്മുടെ ഭവനത്തിലുണ്ടാകാം. നീ കൃപയിലാ നടന്നു പോകുന്നേ. നിന്റെ കുടുംബത്തിന്റെ താളം തട്ടാൻ സമയമൊന്നും വേണ്ട. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ അധികം സമയമൊന്നും വേണ്ട. എപ്പോ വേണേലും സംഭവിക്കാം. വെറുതെ ഇരുന്നതാ, കണ്ണ് കാണുന്നില്ല. സ്തോത്ര ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ആന്റി വിളിച്ച് വെറുതെ ഇരുന്നതാ, കണ്ണ് തുറന്നപ്പം മുഴുവൻ ഇരുട്ട്. ഞാൻ വിചാരിച്ച് നേരം വെളുത്തില്ല എന്ന്. സംഭവമല്ല, കണ്ണടിച്ചു പോയി. വെറുതെ ഇരുന്ന ഒരു വ്യക്തി, വെറുതെ ശരീരത്തിന് അസ്വസ്ഥത, ചെന്ന് പരിശോധിച്ചപ്പോഴാണ് പറഞ്ഞത് ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ആണ്. അദ്ദേഹം പറഞ്ഞ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ പരിശോധിച്ചതാ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ. ഡോക്ടർ പറഞ്ഞു, ബ്രദറെ, ഒരു പക്ഷെ രാവിലെ നിങ്ങൾ ബ്ലഡ് പരിശോധിച്ചിട്ട് വൈകുന്നേരം നോക്കിയാലും ലുക്കീമിയ വരാം. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ വേണേൽ ഭവനത്തിൽ വരാം. അൺസർട്ടൺ ഈവന്റ്സ്. നീ കൃപയിലാ നടന്നു പോകുന്നത്. എത്ര പേരത് ഓർത്ത് സ്തുതിക്കുന്നുണ്ട്? നാളെ ഞായറാഴ്ച നമുക്കുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. എന്താ, നീ അടിച്ചു പോകും, ഞങ്ങൾ ജീവിച്ചോളുന്നാണോ? എനിക്കുറപ്പില്ല. നാളത്തെ ഒരു ദിവസമുണ്ടെന്ന് ഉറപ്പില്ല. മൂടാ, നീ ഇന്ന് രാത്രി കലവറയൊക്കെ പൊളിച്ച് പണിയാന്ന് നീ പ്ലാൻ ചെയ്യും. ദൈവം നിന്റെ ആത്മാവിനെ ചോദിക്കും. സ്തോത്ര ഹല്ലേലൂയ. യേശുവേ ആരാധന. ഏത് നിമിഷവും മരണം എന്നത് എല്ലാവരുടെ ജീവിതത്തിലുള്ളൊരു കാര്യമാണ്. മരണം സമയം എന്ന് പറഞ്ഞത് മരണത്തിലേക്ക് നീ സ്ലോലി മാർച്ച് ചെയ്യുക എന്നതിനാണ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാ ചില ചിന്തകർ പറയുന്നത്. ടൈം മീൻസ് യു ആർ സ്ലോലി മാർച്ചിങ് ടുവേർഡ്സ് യുവർ ഡെത്ത്. നീ സ്ലോലി നിന്റെ മരണത്തിലേക്ക് മാർച്ച് ചെയ്യാണ് ടൈം മീൻസ്. ഐ ആം നോട്ട് ഷുവർ ഇന്നത്തെ ദിവസം ഞാൻ തേക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ ബ്രദർ ഇങ്ങനെ കാറിൽ പോകുമ്പോൾ പറയും, ഒരു മയിൽക്കുറ്റി കടന്നു പോകുമ്പോൾ ബ്രദർ പറയും, മോനെ നോക്കിക്കേ, ഒരു മയിൽക്കുറ്റി ഇപ്പൊ കടന്നുപോയി, ഇനി നമുക്ക് ആ നിമിഷം ലഭിക്കില്ല. അത് ഓൾറെഡി പാസ്റ്റ്. ദ ടൈം ഈസ് ഗോൺ. ആ സമയം പോയി. ഇങ്ങനെ ജീവിതത്തിൽ ഓരോ നിമിഷം നീ കടന്നു പോകുമ്പോൾ നീ ഓർക്കുക, നീ മരണത്തിലേക്ക് സ്ലോലി മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഫിസിക്കലി നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഡെത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായ നിർവചനം, പല നിർവചനങ്ങളുണ്ട്. ഒരു പൊതുഭാഷയിൽ നമുക്ക് വിളിക്കാൻ വേണമെങ്കിൽ ദേഹം, ദേഹി, ആത്മാവിന്റെ വേർപെടലിനെ എന്ത് വിളിക്കാം? ദേഹം, ദേഹി, ആത്മാവ് വേർപെട്ടു പോകുന്ന മരണം. എന്നാൽ ബൈബിൾ പറയുന്നത് ജോബ് ഇപ്രകാരം പറയുന്നത്. സഭാപ്രസംഗി പറഞ്ഞ 12:7 ഒന്ന് വായിക്കാമോ? സഭാപ്രസംഗി 12:7 ഒന്ന് വായിക്കാമോ? ധൂളി അതിന്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും. ധൂളി മണ്ണിലേക്ക്. മനുഷ്യ, നീ മണ്ണാകുന്നു, നിന്റെ ഉറവിടമായ മണ്ണിലേക്ക് നീ മടങ്ങും. പക്ഷേ ആത്മാവ് അതിന്റെ ദാതാവായ ദൈവത്തിലേക്ക് തിരിച്ചു പോകും. നീ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാ മനുഷ്യ. ശ്രദ്ധിച്ചേ, നീ മണ്ണിലേക്ക് തന്നെ പോകും. പക്ഷേ നമ്മുടെ ആത്മാവ്, സഭാപ്രസംഗി പറയുന്നത്, എന്റെ ദാതാവായ ദൈവത്തിലേക്ക് മടങ്ങും. എല്ലാവർക്കും ഒരു ഇന്നവിറ്റബിൾ ഫാക്ട് ആണ് മരണം, ഡെത്ത്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സത്യമാണ് മരണം. 2 തരത്തിലുള്ള മരണമുണ്ട്.
ബൈബിൾ അങ്ങനെ പറയും, 2 തരത്തിലുള്ള മരണം. 2 തരത്തിൽ, അല്ലെങ്കിൽ പല ഓപ്ഷൻസ് ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്തോത്ര, ഹല്ലേലൂയ. മരണം 2 വിധത്തിലുണ്ട്, അതിലേക്ക് വരാം. മരണം എല്ലാവർക്കും ഉള്ളതാ, പക്ഷെ 2 ഓപ്ഷൻ നമ്മുടെ കൂടെ ഉണ്ട്. ഏതൊക്കെയാ? ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു 55 ഉപമ പറഞ്ഞതിൽ ഒന്ന് ഉപമയല്ല, ഒന്നൊരു റിയൽ സംഭവമാണ്. 2 മരിച്ചവരുടെ സംഭാഷണത്തെ, 2 മരിച്ചവരുടെ ജീവിതത്തെ യേശു പറയാണ്, ധനവാന്റെയും ലാസറിന്റെയും. 2 പേരും മരിച്ചവരാ, പക്ഷെ 2 മരിച്ചവരും 2 അവസ്ഥയിലാണ് കിടക്കുന്നത്. ഒരുവൻ ധനവാൻ കിടക്കുന്നത് യാതന സ്ഥലത്താ, അത് വേറൊരു അവസ്ഥ. ലാസർ കിടക്കുന്നത് അബ്രഹാമിനെ അടുത്തിട്ട്, അതൊരവസ്ഥ. 2 അവസ്ഥയുണ്ട്. either you can go to the hell, അല്ലെങ്കിൽ you can go to the paradise or heaven. 2 ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ജീവിതമാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ധനവാന്റെ ലാസറിന്റെ ജീവിതാവസ്ഥ നമ്മളെ പഠിപ്പിച്ചത് യേശുവാണ്. ഒരു വലിയ സത്യമാണ്. മനുഷ്യൻ, നീ മരിച്ച ശേഷം, ഇഹലോകവാസം വിട്ട ശേഷം നിനക്കൊരു ജീവിതമുണ്ട്. അവിടെ ധനവാൻ സംസാരിക്കുന്നുണ്ട്. ധനവാൻ അറിയാം, എന്റെ സഹോദരങ്ങൾ വീട്ടില് അത്ര നല്ല ജീവിതമല്ല നയിക്കുന്നത്, ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിടാമെന്ന് അവന് ബോധ്യമുണ്ട്. തന്റെ ഭവനത്തെ കുറിച്ച് അവൻ യാതന അനുഭവിക്കുന്നുണ്ട്. തന്റെ ശരീരം വലിയ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. വെള്ളം നനച്ചൊന്ന് വായിലൊന്ന് മുക്കിത്തരാമോ? യാതന അനുഭവിക്കുന്നുണ്ട്. പീഡ അനുഭവിക്കാൻ പറ്റുന്നൊരു ശരീരമാണ്. കഷ്ടത അവന് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ വലിയ പ്രയാസവും ഇമോഷൻസും ആ മരിച്ച ധനവാനുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ശരീരം ഇവിടെ ഇട്ടിട്ട് നീ പോകുമ്പോഴും നിനക്കൊരു ജീവിതം വേറെ ഉണ്ടെന്ന് ഓർത്തോണം. 2 സാധ്യത അവിടെ നിലനിൽക്കുന്ന, ഒന്നെങ്കിൽ നിനക്ക് കഷ്ടതയിൽ, ഒന്നെങ്കിൽ ദൈവസന്നിധിയിൽ. 2 ഓപ്ഷൻസാ ഉള്ളത്. മനുഷ്യ, നിനക്ക് 2 തരത്തിലുള്ള മരണമുണ്ട്. 2 തരത്തിൽ. ഒന്ന് മരിച്ച ശേഷം 2 സ്ഥലത്തേക്ക് പോകാൻ പറ്റും. ഒന്നെങ്കിൽ എവിടെ പോവാം? മുകളിലേക്ക്, ദൈവരാജ്യം. അല്ലെങ്കിൽ എവിടെ പോവാം? യാതന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ സ്ഥലത്തേക്ക്. ഇനി പറയാണ്, 2 തരത്തിലുള്ള മരണമുണ്ട്. ഒന്നാണ് ആത്മീയ മരണം. ആദ്യത്തെ ഉൽപ്പത്തി 2:12 നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, ദൈവത്തിന്റെ അസ്തിത്വത്തിൽ, ദൈവിക ഗ്ലോറിഫിക്കേഷനിൽ പ്രകാശത്തെ ധരിച്ച, വസ്ത്രമായി ധരിച്ച ആദം, അവൻ ആ ഫലം തിന്ന നാളിൽ എന്ത് സംഭവിച്ചു? അവന്റെ ആത്മീയ മരണം സംഭവിച്ചു. ദൈവത്തിന്റെ തേജസ്, പ്രകാശം നഷ്ടപ്പെട്ടപ്പോഴാണ്, നഗ്നനാണല്ലോ, മഹത്വം പോയപ്പോഴാണ് അവനത് ബോധ്യം വന്നത്. ആത്മീയ മരണം നിനക്ക് സംഭവിക്കാം. നീ പ്രാർത്ഥന അനുഭവത്തിൽ ജീവിച്ചത്, പക്ഷെ ദൈവത്തെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ വചനവും വേണ്ട, ദൈവത്തെ വേണ്ടെങ്കിൽ നീ ആത്മീയമായി മരിച്ചവനാ. ഇനി ദൈവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നീ ആത്മീയമായി മരിച്ചവനാണ്. നിത്യജീവന്റെ ഉറവിടമായ ക്രിസ്തുവിനെ നീ സ്വീകരിച്ചില്ലെങ്കിൽ നീ മരിച്ചവനാണെന്ന് വചനം ഓർപ്പിക്കണം. നീ ലോകം മുഴുവൻ നേടി, നിന്റെ ആത്മാവിനെ നീ നേടിയില്ല. എന്ത് പ്രയോജനം? ഇന്ന് ഹാളിൽ പ്രാർത്ഥന 2 മണിക്ക് കഴിയും, ആത്മാവിനെ കിട്ടിയില്ല, 3 മണിക്ക് ചത്തുപോയി. പ്രയോജനമുണ്ടോ? ഇല്ല. യുവർ ലൈഫ് ഈസ് ഫുൾ ഓഫ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ്. നിന്റെ ജീവിതം നീ പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളാണ്. എന്തു എപ്പോഴും സംഭവിക്കാം. എന്നാൽ യഹോവയിൽ ആശ്രയിച്ച് വേണം ജീവിക്കാൻ. ആദമേ സംഭവിച്ച പോലെ ആത്മീയ മരണം സംഭവിക്കരുത് നമുക്ക്. മരിച്ച ആത്മാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവനോടെ ഇരിക്കും, ആത്മാവ് മരിച്ചവനാ. സ്തോത്ര, ഹല്ലേലൂയ. ചിലവരുണ്ട് ജീവിച്ചിരുന്നാലും അവര് ജീവിക്കുന്നു, പക്ഷെ ആത്മീയമായി മരിച്ചവരാണ്. ചിലരെ പ്രാർത്ഥിക്കുമ്പോൾ, തലയെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അറിയാം, ഈ മയിൽക്കുറ്റി കൈവച്ച പോലെ ഒരു പരിശുദ്ധാത്മാവിന്റെ ചലനം ആ ശരീരത്തിലേക്കേ ഇല്ല. അവൻ ഫിസിക്കലി മെഡിക്കലി അവൻ ജീവിച്ചിരിക്കുക, പക്ഷെ ആത്മീയമായി മരിച്ചവനാ. കാരണം ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങാത്തൊരു ശരീരം, ദൈവാത്മാവ് ചലിക്കാത്തൊരു ശരീരം. ഇങ്ങനെയുള്ള ശരീരമായിട്ട് ജീവിക്കുന്നവരുണ്ടോ? ഓർത്തോ, നീ അപകടത്തിലാ. ഒരു വ്യക്തി, ഒരു മനുഷ്യനാണെന്ന് വിശ്വസിക്കുക, മനുഷ്യനാണ്. നമ്മൾ സാധാരണ നമ്മൾ ജീവിച്ചു പോവുക നമ്മളെല്ലാം. പക്ഷേ പ്രാർത്ഥന സന്നിധിയിൽ നീ നിൽക്കുമ്പോഴാണ് നിനക്ക് മനസ്സിലാകുന്നത് നീ മരിച്ചവനാണോ ജീവിച്ചിരിക്കുന്നതാണോ. ആദത്തിലും മരിക്കും എന്ന് ദൈവം പറഞ്ഞു, പഴം കഴിച്ചാൽ നീ മരിക്കും. പക്ഷെ
പക്ഷെ പാമ്പ് പറഞ്ഞു നീ മരിക്കത്തില്ല. അതിന്റെ സത്യം എന്താ? ഫിസിക്കലി ഈസ് നോട്ട് ഡെഡ്, പക്ഷേ സ്പിരിച്വലി ആദം ഈസ് ഓൾറെഡി ഡെഡ്. ചിലവര് കാണുമ്പോ നല്ല ജീവനോടെ ഇരിക്കും, കാണുമ്പോൾ വളരെ ശക്തിയോടെ ഇരിക്കും. നിനക്ക് ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കാൻ നിന്നെ നിർത്തിയാൽ ഒരു ചലനം നിന്നിൽ ഇല്ലെങ്കിൽ ഓർത്തോ, യു ആർ സ്പിരിച്വലി ഓൾറെഡി ഡെഡ് ആണ്. ഇങ്ങനെ ഡെഡ് ബോഡീസ്, സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ച ശരീരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ അവസ്ഥ വളരെ ഡേഞ്ചറാണ്. സ്തുതിക്കുക, ഹല്ലേലൂയ. സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ച ശരീരങ്ങൾ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കും ഡേഞ്ചറാണ്. സ്പിരിച്വൽ ഡെത്ത് ശരീരത്തിൽ സംഭവിച്ചാൽ ആത്മാവിന്റെ ചലനങ്ങൾ അവന്റെ മേൽ ഉണ്ടാകത്തില്ല. ശരീരത്തിൽ ഫിസിക്കൽ അവസ്ഥ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രാർത്ഥിക്കാൻ ചിലരുടെ മേൽ കൈവച്ചറിയാം, കല്ലുപോലെ ഇരിക്കും. പ്രാർത്ഥിച്ചാൽ അവന്റെ നാവിൽ നിന്ന് സ്തുതി വരത്തില്ലല്ലോ, സ്തുതിക്കാൻ അവന് സാധിക്കത്തില്ല. നീ വലിയ തിന്മക്കിടക്കുന്നവരോട് യേശുവേ എന്ന് പറയാൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല, വാവ് ഉയർത്തത്തില്ലല്ലോ, അവരുടെ ശബ്ദം പുറത്തു വരത്തില്ല. അന്ധകാരത്തിൽ ജീവിക്കുന്നവന് പ്രകാശ നായകന്റെ ദൈവത്തിന്റെ പേര് പറയാൻ പോലും പറ്റത്തില്ല. കാരണം അന്ധകാര ഹൃദയത്തിൽ അവന്റെ വാണോണ്ടിരിക്കുക. ദൈവം ഇവിടെ വാൺ ചെയ്യുകയാണ്. സ്പിരിച്വൽ ഡെഡ് ആയിട്ടുള്ള ശരീരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നീ ഇന്ന് പുതുക്കണം. നിന്നെ സ്പിരിച്വൽ ഡെത്തായ ശരീരത്തിൽ പ്രാർത്ഥനയേക്കത്തില്ല. നീ വരും, ബ്രദറെ, എന്റെ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, എന്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, എന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്, കടഭാരന്മാരെ പ്രാർത്ഥിക്ക്. പക്ഷെ യു ആർ സ്പിരിച്വലി ഡെഡ്. സ്പിരിച്വൽ ഡെഡായ ശരീരത്തിൽ എങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് വർക്കൗട്ട് ആവും? പറഞ്ഞേ, സ്പിരിച്വലി ഡെഡായ, പ്രാർത്ഥിച്ച ദൈവ സാന്നിധ്യം ശരീരത്തിൽ ഇറങ്ങാത്ത, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി ശരീരത്തിൽ ഇറങ്ങാത്ത ഒരു വ്യക്തിയെ എങ്ങനെ ദൈവം വിടുവി? കാരണം നീ ദൈവത്തിലില്ല, ദൈവ സാന്നിധ്യം നിന്നിലില്ല. എങ്ങനെ ദൈവം വർക്കൗട്ടാവും? ദൈവം വർക്ക് ചെയ്യണമെങ്കിൽ ഇത് നിന്റെ ആലയമാകണം. ഈ ശരീരം നിന്റെ ദൈവത്തിന്റെ ആലയമായി മാറണം. സ്തോത്രം. എത്ര പേർക്ക് സാധിക്കും? ദൈവത്തിന്റെ ആലയം. യു മസ്റ്റ് ബി ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഫിസിക്കൽ ഡെത്ത് ബൈബിൾ ആദ്യം സംഭവിച്ച മരണം ആരുടെയാ? ഹാബേലിന്റെ മരണമാണ് റെക്കോർഡിക്കൽ ഡെത്ത്. ബൈബിൾ ആദ്യത്തെ മരണം ഫിസിക്കൽ ഡെത്തിന്റെ. ഒരുത്തൻ ഭൗതികമായിട്ടുള്ള മരണം ഹാബേലാണ് എക്സാമ്പിൾ. എന്നാൽ അവന്റെ അപ്പനായ ആദമാണ് സ്പിരിച്വൽ ഡെത്തിന്റെ എക്സാമ്പിൾ. ആത്മീയ മരണം സംഭവിച്ച ആദമേ, നിന്റെ ജ്ഞാനം, നിന്റെ പ്രകാശം, നിന്റെ മഹത്വം എല്ലാം നഷ്ടപ്പെട്ടു. ഇങ്ങനെ പറയാറുണ്ട്, പണ്ട് പ്രാർത്ഥനയിലായിരുന്ന ഒരു വ്യക്തി പ്രാർത്ഥന നഷ്ടപ്പെട്ടാൽ ഈ വഴിക്കൊക്കെ അവരെ വെച്ച് കാണുമ്പോൾ ഇങ്ങനെ എല്ലാരും പറയണ്ട, അയ്യോ അന്നുണ്ടായിരുന്ന പ്രകാശം പോയല്ലോ. കേട്ടിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറയുന്നത്? ഓ, അവന്റെ പ്രകാശമൊക്കെ പോയി, ഇപ്പൊ മുഖം ഇരുണ്ടിരിക്കുന്ന പോലെ അല്ലേ? പറഞ്ഞു കേട്ടിട്ടില്ല? നമ്മളാണേലും പറയോ ഇല്ലയോ? നിങ്ങളൊക്കെ ഭയങ്കര ഡീസന്റാ. പറയോ ഇല്ലയോ? നമ്മൾ പറയുകയും ചെയ്യും. ഒരു വല്ലാത്ത മുഖമാണ് അവനെ കണ്ടാൽ. പണ്ട് സ്പിരിച്വലി നിന്നപ്പോൾ അങ്ങനെയല്ല. യേശുവിന്റെ തേജസ് എന്ന വചനമാണ് യേശുവിന്റെ പ്രകാശം. മോശ വചനം കയ്യിലെടുത്തപ്പോൾ മോശയുടെ മുഖം പ്രകാശിച്ചു. വചനമായ യേശു താബോർമലയിൽ പ്രകാശിച്ചു. നിന്റെ ഉള്ളിൽ വചനമുള്ളവനാണെങ്കിൽ നിന്റെ ഫേസ്, നിന്റെ ശരീരം പ്രകാശിക്കും. നീ വചനത്തിൽ നടന്നു പോയാൽ നമ്മൾ തന്നെ പറയും, ആ വ്യക്തമില്ല, ഇരുണ്ടവൻ. പ്രകാശമുള്ള വചനം നഷ്ടപ്പെട്ട ഭവനത്തിൽ ചെന്ന പറയും, ഓ ഇരുണ്ട വീട്. പറയാറില്ലേ? ചില വീട്ടിൽ കയറി നമ്മൾ ഒരു അന്ധകാരം നിറഞ്ഞ വീടാന്ന് പറയും. പറയോ ഇല്ലയോ? പറയും. ഇതാണ് എന്റെ എക്സാമ്പിൾ. പ്രകാശം നഷ്ടപ്പെട്ടു പോയി, സ്പിരിച്വലി ഡെഡായി. ആ ഫാമിലി, ആ ഭവനം, ആ കുടുംബമെല്ലാം സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചു. പ്രകാശം നിങ്ങളെ കൈവിട്ടു പോയി. വചനമാണ് പ്രകാശം, വചനത്തിലാണ് പ്രകാശം. വചനത്തിൽ നിൽക്കുന്ന ഭവനമാണെങ്കിൽ, കുടുംബമാണെങ്കിൽ, വസ്തുവകകളാണെങ്കിൽ അത് പ്രകാശിക്കും. സ്തോത്ര, ഹല്ലേലൂയ. വസ്തുവകളുടെ വരെ പ്രകാശമുണ്ട് കേട്ടോ. മരണത്തിന്റെ ഭൗതിക മരണം, ആത്മീയ മരണം സംഭവിക്കാൻ കാരണം എന്താണ്? എന്താ പറയാൻ പറ്റുമോ? ഒരാൾക്ക് ആത്മീയ മരണം സംഭവിക്കാനുള്ള കാരണം പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നതാ.
പക്ഷേ ആത്മീയപരമായിട്ട് ഉണർവില്ല. നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ കൈവച്ചാൽ ശക്തി ഇറങ്ങാത്ത, ദൈവ സാന്നിധ്യം ഉള്ളിലിറങ്ങാത്ത, ദൈവശക്തി ഉള്ളിലിറങ്ങാത്ത ചില ജീവിതങ്ങളുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. എന്തുകൊണ്ട് സ്പിരിച്വൽ ഡെത്ത് എങ്ങനെ സംഭവിക്കുന്നു പറയാൻ പറ്റുമോ? ഒരു കാരണം, ദൈവവചനത്തെ. ഓക്കെ, ബ്രദർ പറഞ്ഞ വളരെ കറക്റ്റാണ്. അത് റീസണാണ്. ദൈവവചനത്തെ അനുസരിക്കാത്തപ്പോൾ നമുക്ക് മരണം സംഭവിക്കും. വേറെ എന്തെങ്കിലും പറയാവോ? അത് കറക്റ്റാ, പറഞ്ഞ കറക്റ്റാ. വേറൊരു റീസൺ കൂടെ, പല റീസൺസ് ഉണ്ടല്ലോ. എന്തോ അല്ല, അത് തന്നെയാണ് മാനസാന്തരത്തിലേക്ക്, യഥാർത്ഥ മാനസാന്തരം. അതൊരു ഫാക്റ്റാണ്. കഴിഞ്ഞ ദിവസം സ്പിരിച്വൽ ക്യാമ്പിൽ ഡെലിവറൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ പറയുകയും ചെയ്തു, പേഴ്സണലായിട്ട് പറഞ്ഞതാ, യഥാർത്ഥ മാനസാന്തര അനുഭവം നമുക്ക് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഡെലിവർ ആകത്തില്ല. എന്ന് പറഞ്ഞാൽ ഷുഗർ ഡെലിവറൻസ് നിൽക്കുക, നമ്മൾ വിചാരിക്കാം ക്യൂവിൽ ഇങ്ങനെ ചെല്ലുന്നവരെല്ലാം മറിഞ്ഞു വീഴുന്നുണ്ട്. നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ഡെലിവറായി. ചിലപ്പോൾ വീഴാതിരിക്കാം, എന്തോ ആകട്ടെ, അതല്ല വിഷയം. ഡെലിവറൻസ് എങ്ങനെയാകാം, വീഴണമെന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചിലവരിലേക്ക് ഡെലിവറൻസ് ഇറങ്ങുന്നു, ചിലവരിലേക്ക് ഇറങ്ങുന്നില്ല. ഇതാണ് പ്രശ്നം. ഇങ്ങനൊരു അനുഭവം അറിയാവോ? ഞാൻ ഈ പറയുന്ന എക്സാമ്പിളിനെ കുറിച്ച് ധാരണയുണ്ടല്ലോ. ചിലവിൽ ഇറങ്ങും, ചിലവിൽ ഇറങ്ങത്തില്ല. അപ്പൊ ഈ ഇറങ്ങാത്ത അനുഭവം ഉണ്ടെങ്കിൽ വേറോട് ചോദിക്കും, വേറെ എന്താണ് ആ വ്യക്തിയെ ഡെലിവറൻസ് ദൈവം നൽകാത്തത്? ചിലരെ ബ്ലസ് ചെയ്യാൻ ബ്രദർ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ പറയും, നമ്മൾ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന യേശുവിന് ആ ശരീരത്തെ വിട്ടുകൊടുക്കുക. ജോൻ ഒന്നും കൂടെ വരാവോ? ഒരു ശരീരത്തെ യേശുവിന് വിട്ടുകൊടുക്കുക. നമ്മൾ കൈ വെക്കുന്ന മാത്രമേ ഉള്ളൂ, സോഫ്റ്റ് ടച്ച് മേ ബി, നമ്മൾ കൈവെക്കുക മാത്രമേ ഉള്ളൂ. ഈ ശരീരത്തിന് മുകളിലേക്ക് ദൈവ സാന്നിധ്യം, ഈ കൈ ദൈവമായി ഏറ്റെടുക്കുകയാണ്. അവിടെ ദൈവത്തിന് ഭൂമിയിൽ ഒരു ഫിസിക്കൽ കൈ വേണം. ബാക്കി ഈ വ്യക്തിയുടെ മേൽ ദൈവമാണ് ഡെലിവറൻസ് നടത്തണോ വേണ്ടോ എന്ന് നിശ്ചയിക്കുന്നത്. ഡെലിവറൻസ് ഈ വ്യക്തിക്ക് നടത്തണം എന്ന് ദൈവം നിശ്ചയിക്കുന്ന, ദൈവം അപ്പോയിന്റ്മെന്റ് നൽകിയാലാണ് എന്ത് സംഭവിക്കത്തുള്ളൂ? ഡെലിവറൻസ് സംഭവിക്കത്തുള്ളൂ. ഈ ഡെലിവറൻസ് സംഭവിക്കണമെങ്കിൽ ചിലവരെ തൊടുമ്പോൾ ഒന്നും സംഭവിക്കില്ല. നമുക്കത് ഫീൽ ചെയ്യും. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഈ കയ്യിൽ, നമ്മുടെ കയ്യിലല്ല, പക്ഷെ ദൈവത്തിന്റെ അനുഭവം ഇറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം നമ്മുടെ ശരീരത്തെ ഷോക്ക് അടിച്ചാൽ നമ്മൾ ഫീൽ ചെയ്യത്തില്ലേ? അതുപോലെ ഫീൽ ചെയ്യും. ഈ ഫീലിംഗ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോയിന്റ്മെന്റ് ദൈവം നടത്തിയ ആളാണോ അല്ലയോ എന്ന്. അപ്പോയിന്റ്മെന്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, എല്ലാം ദൈവമാണ് ചെയ്തത്, നമ്മളായിട്ടൊന്നും ചെയ്യാനില്ല ഇതിനകത്ത്. ഈ കൈവെക്കുന്ന എന്താ ഉള്ള ഒരു മനുഷ്യൻ ബിബിം വന്ന് ജോനയുടെ മോളിൽ കൈവച്ചു, എന്തോ ചുമ്മാ കൈവെപ്പ്. പക്ഷെ ഇതിൽ ചെയ്യുന്നത് മുഴുവൻ ദൈവമാണ്. ദൈവം ചെയ്യണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഈ ശരീരത്തിൽ ഉണ്ടാകണം. ഈ ശരീരത്തിൽ ഡെലിവറൻസിന്റെ അപ്പോയിന്റ്മെന്റ് ദൈവം നടത്തണമെങ്കിൽ ഈ ശരീരം ഒരു മാനസാന്തര ശരീരമായിരിക്കണം. ഈ ശരീരം പാപത്തിൽ നിന്ന് വേർപെടാൻ തീരുമാനിച്ച ശരീരമാകണം. ഒരു തീരുമാനം, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും, ഇനി എന്റെ അശുദ്ധി എനിക്ക് വേണ്ട, ഇങ്ങനെ തീരുമാനമെടുത്തവന്റെ ശരീരമായിരിക്കാം. ദൈവത്തോട് നിരപ്പായവനെ ദൈവം തൊടുന്നത്. പറഞ്ഞ ശരിയാ. മാനസാന്തരം, റിപ്പന്റൻസ് ഈസ് എ ഫാക്ട്. റിപ്പന്റൻസിന് അതിൻ്റെതായ റോളുണ്ട്. മാനസാന്തരം ആവശ്യപ്പെടുക. നേരത്തെ വേറെ സഹോദരൻ പറഞ്ഞു, നീ ദൈവത്തെ അനുസരിക്കണം. യെസ്, അതും ശരിയാണ്. നിന്റെ ശരീരം സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കുന്നെങ്കിൽ ഒന്ന് നീ വചനം അനുസരിക്കാത്തവൻ, മാനസാന്തരം പൂർണ്ണമല്ലാത്തവൻ. വേറെയോ പറയാമോ? യാക്കോബ് 1:15, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1:15. യാക്കോബ് 1:15. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പാപം വരുമ്പോ മരണത്തെ, നിന്റെ മേൽ മോഹം എന്ന് പറഞ്ഞ ലോകം ശക്തിപ്പെട്ട് എന്ത് സംഭവിക്കും? പാപമുണ്ടാകും. പാപം എന്തിലേക്ക് നയിക്കും? പൂർണ്ണ വളർച്ച പ്രാപിക്കും. പാപം ബലപ്പെടുമ്പോൾ മരണത്തെ, നിന്റെ സ്പിരിച്വൽ ഡെത്ത് ആദ്യം സംഭവിക്കും, പിന്നെ ഫിസിക്കൽ ഡെത്ത് സംഭവിക്കും. ശരിയാണോ? നീ ആദ്യം കള്ളൂടി തുടങ്ങി,
അത് തുടങ്ങി വലിയ കഷ്ടതയിലും പ്രയാസത്തിലുമായി, വീട് പ്രശ്നമായി, അടിയും ബഹളമായി. പിന്നെ നിനക്ക് മരണചിന്തയായി. നീ ദൈവസന്നിധിയിലായിരുന്നു ആദ്യം പോയി, അവിടെ നിന്റെ ആത്മീയ മരണം ആദ്യം സംഭവിച്ചു. പിന്നെ നിന്നെ അന്ധകാരം നിന്റെ ശരീരത്തെ വേട്ടയാടും, അധികാരം സ്ഥാപിക്കും, നിന്നെ ഫിസിക്കൽ ഡെത്തിലേക്ക് കൊണ്ടുവരും. ആദ്യം സ്പിരിച്വൽ ഡെത്താണ് സംഭവിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കും? ആത്മീയ മരണം സംഭവിച്ച ശേഷമേ ഒരു ഭൗതിക മരണം വരും. ഭൗതിക മരണം എല്ലാവർക്കും വരും. ഞാൻ പറഞ്ഞ മരണത്തിന്റെ, പാപത്തിന്റെ ശിക്ഷ കൊണ്ടുവരുന്ന മരണമുണ്ട്. വചനം നഷ്ടപ്പെട്ടാൽ നീ മരിച്ചവനായി. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് പാപം നിന്നെ മരണത്തിലേക്ക് നയിക്കും. പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. സ്പിരിച്വൽ ഡെത്ത് പാപം നിമിത്തം വരുന്നത്. നേരത്തെ പ്രദേശത്ത് പറഞ്ഞ കറക്റ്റാ, അതല്ല എന്റെ ഭാവമാ. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നിന്ന് വേർപെട്ട് ദൈവകൽപ്പനയിൽ ഇല്ലാത്ത ജീവിതമാണെങ്കിൽ നീ മരണത്തിന്റെ നിഴലില്ല. എസെക്കിയേൽ 18:20. The book of Ezekiel chapter 18 verse 20. എസെക്കിയേൽ 18:20. പാപം ചെയ്തവൻ മാത്രമായിരിക്കും മരിക്കുക. പാപം ചെയ്തവൻ മരിക്കും. പുത്രൻ പിതാവിന്റെ തിന്മകൾക്ക് വേണ്ടിയോ. ആ ആദ്യത്തെ വാക്യം തന്നെ ഓർത്താൽ മതി. പാപം ചെയ്യുന്നവൻ മരിക്കും. പാപം ചെയ്യുന്നവൻ മരിക്കും. The soul that sins shall die. പാപം ചെയ്യുന്നവൻ മരിക്കും. മരണം ഉള്ളതാ. ഏതൊക്കെ ടൈപ്പ് മരണമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന എന്ത് മരണ? ആത്മീയമായി നീ മരിക്കും. നിന്നെ തൊട്ടാൽ കരിങ്കല്ല് പോലെ ഇരിക്കും. എന്നോട് സ്തുതിച്ചെന്ന് പറഞ്ഞാൽ നിനക്ക് സ്തുതി വരത്തില്ല. ഒന്ന് ആരാധിച്ചെന്ന് പറഞ്ഞാൽ ആരാധന വരത്തില്ല. ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥന വരത്തില്ല. പ്രാർത്ഥിക്കാൻ വചനം കേട്ടിട്ട് നീ ഉറങ്ങിപ്പോകും. നിന്നെ പഠിപ്പിച്ച വചനത്തിന്റെ വാക്യം പോലും ഈ ഹാളിന്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തുമ്പോൾ നീ മറന്നു പോകും. ബൈബിൾ എടുക്കാൻ പ്രാർത്ഥിക്കാൻ പണ്ട് 1 മണിക്കൂർ പ്രാർത്ഥിച്ചത് നിനക്ക് ഇപ്പോൾ 5 മിനിറ്റ് പോലും പറ്റത്തില്ല. നടുവേനയാ. പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നടുവേന, പ്രാർത്ഥിക്കാൻ നിന്നെ മുട്ട് കഴിക്കാൻ നിനക്ക് പറ്റത്തില്ല. വചനം കേൾക്കുമ്പോൾ നിനക്ക് കോട്ടുവായ, നിനക്ക് ഉറക്കം വരും. ഓർത്തോ, നിന്റെ സ്പിരിച്വൽ ഡെത്തിലേക്ക് നീ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയിൽ നിന്റെ ശരീരം ആത്മീയ ശക്തിയിൽ ബലപ്പെടാതെ, നീ ഒരു ദൈവത്തിന്റെ ആലയമായി മാറാതെ ദൈവത്തിന്റെ അനുഗ്രഹം ഇറങ്ങി വരുമെന്ന് വിചാരിക്കണ്ട. നീ സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ച ശരീരങ്ങൾ ഇന്ന് ഉണർത്തെഴുന്നേൽക്കണം. ഇന്നത്തെ ദിവസം തന്നെ ദൈവം പറഞ്ഞു, നീ ഇത് തന്നെ പറയണം. നീ ഇത് തന്നെ പറയണം. മരിച്ച ശരീരങ്ങളുണ്ട്, അവർ ഉയർത്തെഴുന്നേൽക്കണം. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ ആത്മീയ മരണമുണ്ട്, ഭൗതിക മരണമുണ്ട്. അനന്യാസ് സഫീറേ, നീ പരിശുദ്ധന്മാരെ ചതിച്ച് നീ ആദ്യം ആത്മീയ മരണത്തിന് യോഗ്യതയായി ഇതാ രണ്ടാമത് ഫിസിക്കൽ ഡെത്ത് നിന്റെ മേൽ കടന്നു വന്ന് ഓൺ ദ സ്പോട്ട് നീ മരിച്ചു വീണു. ഭൗതിക മരണം പിന്നാലെ വരുന്നുണ്ടെന്ന് ഓർത്തോണം. സ്തോത്ര. ഹല്ലേലൂയ. എന്ന് നിന്റെ ഭവനം വചനത്തിൽ നിന്ന് താഴെ പോകുന്നു, അവിടെ അന്ധകാരം കയറി അടിക്കുന്നത്. ചുമ്മാ ഇരുന്നതാ അമ്മച്ചി കാല് തന്നെ വീണു, ചുമ്മാ ഇരുന്നതാ കൊച്ചു സൈക്കിളിൽ വീണു, ചുമ്മാ ഇരുന്നതാ ഒരു നടുവേദന, ചുമ്മാ ഇരുന്നതാ രോഗാവസ്ഥ. പിന്നെ നിന്റെ ഭവനത്തിൽ ആശുപത്രിയുടെ അനുഭവം ഒഴിയത്തില്ല, മരുന്ന് ഒഴിയത്തില്ല, കഷ്ടത നിന്നെ ഒഴിയത്തില്ല. ഇതെല്ലാം അന്ധകാരം അടിക്കുന്നതാ. ആത്മീയപിതാവ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ പറയൂടാ, ആദ്യകാലത്തെ വിശുദ്ധന്മാർ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. ഒരു രോഗത്തിന്റെ അണു നിന്റെ ശരീരത്തിൽ കടക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കണം. നിന്റെ ശരീരത്തിന്റെ സെൽസ് എല്ലാം യാഹ്വയാണെങ്കിൽ, ഓ സ്തോത്രം, നിന്റെ ശരീരം മുഴുവൻ യാഹ്വ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ആ ത്രിയേക ദൈവം നിന്റെ ശരീരത്തിൽ നിറയ്ക്കുകയാണെങ്കിൽ ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കത്തില്ല. എന്റെ ദാസന്മാരെ ചുറ്റും എന്റെ ദൂതന്മാര് പാളയം പഠിക്കും. പാളയം പഠിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ നിൽക്കുകയല്ല. ബാരക്സ് ഓഫ് ഏഞ്ചൽസ് അറിയല്ലേ? പട്ടാളക്കാരുടെ കൂട്ടായ്മ. പട്ടാളക്കാരുടെ പാളയം പഠിക്കുക. 1-2 ദൂതന്മാരുടെ ബാരക് ഓഫ് ഏഞ്ചൽസ് നിന്നെ തൊടാൻ അനുവദിക്കത്തില്ലെന്ന്. നിന്റെ ശരീരത്തിനെ തൊടാൻ, നിന്റെ കൂടാരത്തെ കഷ്ടത കൊണ്ട് മൂടാൻ ദൈവത്തിന്റെ നീതിമാന ദൈവം അനുവദിക്കത്തില്ല. Provided you must be a righteous person. നീ നീതിമാനായിരിക്കണം.
ആത്മീയ മരണങ്ങൾ ഇന്ന് മാറ്റണം. ആത്മീയമായി മരിച്ച ശരീരങ്ങൾ ഇന്ന് ഉയർത്തെഴുന്നേൽക്കണം. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ.